അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ആദരണീയരായ അധ്യക്ഷൻ ഉസ്താദ് തഖിയുദ്ദീൻ ഹൈത്തമി അവർകളെ, ഇന്നത്തെ ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ച ആദരണീയനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി, വേദിയിൽ സന്നിഹിതരായ ഹംസക്കോയ സാഹിബ്, യഹിയ വെള്ളയിൽ, ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ എത്തിയിട്ടുള്ള ആദരണീയരായ ജലീൽ റഹ്മാനി വാണിയന്നൂർ, ഈ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ചുകൊണ്ട് നടക്കുന്ന ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വർഷം തോറും ശംസുൽ ഉലമയുടെ ഉറൂസ് മുബാറക്ക് വളരെ സമുചിതമായി നടത്തപ്പെടുകയും ആ മഹാനുഭാവനെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം സഹോദരി സഹോദരന്മാർ ഇവിടെ വരികയും സിയാറത്ത് നടത്തുകയും ബറക്കത്തെടുക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സന്ദർഭമാണിത്. ദീർഘമായ 4 പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഒരു സംഘടനക്ക് നേതൃത്വം നൽകുന്നു എന്നതിനേക്കാൾ അപ്പുറം മുസ്ലിം സമൂഹത്തിൻ്റെ മതപരമായ വഴികളിൽ കൃത്യമായ ദിശ നിർണയിച്ചു കൊടുക്കുന്ന ഒരു വിശ്വസ്തനായ വഴികാട്ടിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മഹാപണ്ഡിതനാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. പുതിയ കാലത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പുമൊക്കെ ധാരാളം പണ്ഡിതന്മാരെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവരെല്ലാം അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ആ കാലത്ത് വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുമുണ്ട്. പക്ഷെ കേവലം ഒരു പണ്ഡിതൻ നിർവഹിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളെക്കാൾ അപ്പുറം സമൂഹത്തിലെ ചലനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസപരമായും കർമ്മപരമായും സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ദിശ നിർണയിക്കുന്നതോടൊപ്പം അതിനെതിരായി വരുന്ന എല്ലാ ആശയപ്രചാരണങ്ങളെയും, അത് സമുദായത്തിൻ്റെ അകത്തു നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും വളരെ വിവേകപൂർവ്വം പ്രതിരോധിക്കുന്ന ഒരു മഹാപണ്ഡിതനെയാണ് ശംസുൽ ഉലമയുടെ നമുക്ക് കാണാൻ സാധിക്കുക. സമസ്തയുടെ ചരിത്രത്തിൽ
ഏറ്റവും കൂടുതൽ കാലം അതിൻ്റെ കാര്യദർശി പദവിയിൽ നിലനിന്ന മഹാപണ്ഡിതൻ മഹാനായ ശംസുൽ ഉലമയാണ്. അതോടൊപ്പം പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തന മേഖലയിൽ അപകടകരമായ ആശയങ്ങളും ആശയ പ്രചാരണങ്ങളും അത്തരം ആശയഗതിക്കാരും കടന്നു വന്നപ്പോൾ അതിനെതിരെ നിരന്തരമായ സംവാദങ്ങളിലൂടെ പരാജയപ്പെടുത്തിയത് മഹാനായ ശൈഖുന ശംസുൽ ഉലമയായിരുന്നു. ഒരു ഭാഗത്ത് സമുദായത്തിനകത്ത് വിശ്വാസികളെ വഴിതെറ്റിപ്പിക്കാനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഇത്തരത്തിലുള്ള അപകടകരമായ ആശയപ്രചാരണങ്ങളുമായി കടന്നു വരുമ്പോൾ അവരെ മുഖം നോക്കാതെ ശക്തമായി പ്രതിരോധിക്കാൻ മഹാനായ ശൈഖുനാക്കന്ന് സാധിച്ചു. അതേപോലെ തന്നെയാണ് സമുദായത്തിന് പുറത്തു നിന്നും പരിശുദ്ധ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ വലിയ തോതിൽ ആശയക്കുഴപ്പമുണ്ടാക്കി പരിശുദ്ധമായ ദീനിൽ നിന്ന് പോലും പുറത്തു പോകാൻ സാഹചര്യം ഒരുങ്ങുന്ന രീതിയിലുള്ള ഗുരുതരമായ ആശയക്കുഴപ്പം ആശയപ്രചാരണങ്ങൾ നടത്തിയപ്പോൾ അവിടെ ഈ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ശക്തമായ പ്രതിരോധം തീർത്തു. നാം തിരിച്ചറിയേണ്ടത് ഇന്നത്തെ കാലത്ത് മറ്റു മതവിഭാഗത്തിന്റെ ലേബലിലൂടെ ശക്തമായ മതവിദ്വേഷ പ്രചാരണങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇസ്ലാമിന് പുറത്തുള്ള മറ്റൊരു മതം സ്വീകരിക്കുന്ന മറ്റൊരു വിശ്വാസം സ്വീകരിക്കുന്ന മറ്റൊരു പ്രത്യയശാസ്ത്രവുമായി നടക്കുന്ന ആളുകൾ പരസ്യമായി ഇസ്ലാമിനെ വികൃതമായി ചിത്രീകരിക്കുകയും വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ഇസ്ലാമിനെ തെരുവുകളിൽ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കലുഷിതമായ സാഹചര്യത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ആലോചിച്ചും വിവേകത്തോടു കൂടി പ്രതിരോധിച്ചാൽ പോലും പ്രശ്നങ്ങൾ ബാക്കിയാകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ സമാനമായ ചുറ്റുപാടിലാണ് മുസ്ലിം വിരോധവും വർഗീയവാദവും മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങളും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പല അജണ്ടകളുമൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന കാലത്ത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ അവരുടേതായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു വന്നത്. എത്ര സമർത്ഥമായിട്ടാണ്, എത്ര ബുദ്ധിപരമായിട്ടാണ് ഏതാനും ചില പ്രഭാഷണങ്ങളിലൂടെ അതിനെ പ്രതിരോധിക്കാൻ മഹാനായ ശൈഖുന ശംസുൽ ഉലമക്ക് സാധിച്ചത്. ആ പ്രഭാഷണം നടന്ന കാലത്തോ അതിനുശേഷമോ ഈ നിമിഷം വരേക്കും ആ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ നടത്തിയിട്ടുള്ള ആശയസമ്പുഷ്ടമായ ആ പ്രഭാഷണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലൊരു വർഗീയവാദമോ ഒരു മതവിദ്വേഷമോ ഒരു മതസ്പർദ്ധയോ ഇന്നുവരെ എതിരാളികൾ പോലും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അപ്പൊ ഒരു ബഹുസ്വര സമൂഹത്തിൽ പോലും ഇസ്ലാമിക പ്രബോധനം, ഇസ്ലാമിനെതിരായി വരുന്ന ആക്ഷേപങ്ങളെ വിവേകപൂർവ്വം നേരിടുന്ന രീതി ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്കൊന്നും ഒരു പ്രയാസവുമില്ലാതെ, അവരുടെ മനസ്സിനെ നോവിക്കാതെ, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ ആശയ സംവാദ വേദികളിലൂടെ മനോഹരമായി അത് നിർവഹിക്കപ്പെടാൻ സാധിക്കുമെന്ന് ജീവിതത്തിലൂടെ തെളിയിച്ച മഹാമനീഷിയാണ് ശൈഖുന ശംസുൽ ഉലമ. ഈ കാലത്ത് ഇതിന് സമാനമായ മറ്റൊരു പണ്ഡിതനെ ആരെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട്
ആ മഹാനുഭാവന് പ്രതിനിധീകരിക്കുന്ന ആദർശത്തിൽ അഭിമാനം കൊണ്ടുകൊണ്ട് ആ ആദർശം പറയുന്നിടത്തും പ്രകടിപ്പിക്കുന്നിടത്തുമെന്നും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ, എന്നാൽ സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഘട്ടത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ടും സഹോദര സമുദായങ്ങൾ ഉൾക്കൊള്ളേണ്ട ഘട്ടത്തിൽ സഹോദര സമുദായങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും ആരെയും നോവിക്കാതെ, ആരെയും ഭയപ്പെടുത്താതെ, ആർക്കും ആശങ്കയില്ലാതെ ഒരു മതപണ്ഡിതന് എത്ര മനോഹരമായി പരിശുദ്ധ ഇസ്ലാമിനെ സമൂഹമധ്യേ സമർപ്പിക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഉദാഹരണമായി മഹാനായ ശംസുലുലമയുടെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 989 ഉണ്ടായിട്ടുള്ള വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ സമസ്തയുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് അഭിഭാഷകരെ കാണുവാനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മഹാനായ ശംസുലുലമ നേരിട്ട് നേതൃത്വം നൽകുകയായിരുന്നു. ആ കാലത്ത് ശൈഖുന ശംസുലുലമ സമീപിച്ചിരുന്ന കോഴിക്കോട്ടെ പ്രഗത്ഭനായ അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് എം കൃഷ്ണയ്യർ. തികഞ്ഞ ഹൈന്ദവ ഭക്തനായിരുന്ന, തൻ്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങളും പൂജാകർമ്മങ്ങളുമെല്ലാം രാവിലെ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം മാത്രം കോടതിയിൽ പോകുന്ന തികഞ്ഞ ഭക്തനായിരുന്നു അഡ്വക്കേറ്റ് കൃഷ്ണയ്യർ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. മലപ്പുറത്ത് നടന്ന ഒരു ശംസുലുലമ അനുസ്മരണ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഈ വിനീതൻ കോഴിക്കോട് ചാലപ്പുറത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ശൈഖുന ശംസുലുലമയുടെ അനുസ്മരണ സമ്മേളനമാണ്. അതിൽ നിങ്ങൾ അനുഭവിച്ച ഇ.കെ. ഉസ്താദിനെ കുറിച്ച് നിങ്ങളൊന്ന് സംസാരിക്കണം മലപ്പുറത്ത് വന്ന്. എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അനുഭവിച്ച ശംസുലുലമയെ നിങ്ങൾ പലപ്പോഴും നേരിട്ട് കണ്ടതാണ്, പലപ്പോഴും നേരിട്ട് ധാരാളം സമയം സംസാരിച്ചയാളാണ്. കോടതിയിലെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ദീർഘമായ സംസാരങ്ങൾ നടത്തിയ, സംഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ശംസുലുലമയുടെ കഴിവും മികവും ബുദ്ധിയും തന്ത്രങ്ങളുമെല്ലാം നേരിട്ട് അനുഭവിച്ചയാളാണ് നിങ്ങൾ. നിങ്ങൾ അനുഭവിച്ച ആ മഹാവ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങളൊന്ന് മലപ്പുറത്ത് വന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ കോഴിക്കോട്ട് അറിയപ്പെടുന്ന പ്രഗത്ഭനായ അഭിഭാഷകൻ പറഞ്ഞ മറുപടി, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യനല്ല എന്നായിരുന്നു. അത്രയും വലിയൊരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ അദ്ദേഹവുമായി ധാരാളം സംസാരിച്ചിട്ടുണ്ട്. കോടതിയിൽ നമ്മുടെ കേസ് എങ്ങനെ മൂവ് ചെയ്യണമെന്നതിനെ കുറിച്ച് ധാരാളം നിർദ്ദേശങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗൈഡൻസ് അനുസരിച്ചുകൊണ്ടാണ് ഞാനും ആ കാര്യം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ അതൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുകയും ചെയ്തു. എൻ്റെ കഴിവല്ല, അദ്ദേഹത്തിന്റെ കഴിവുമല്ല, അദ്ദേഹത്തിൽ അന്തർലീനമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു ശക്തിയെ പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ കോഴിക്കോട്ടെ ചാലപ്പുറത്തുകാരനായിട്ടുള്ള അഡ്വക്കേറ്റ് എം കൃഷ്ണയ്യർ അദ്ദേഹം പറയുകയും സംഘാടകരുടെ നിർബന്ധത്തിന് വഴങ്ങി മലപ്പുറത്ത് വന്ന് അദ്ദേഹം അല്പം സംസാരിക്കുകയും ചെയ്തു. ഞാനിത് പറയാൻ കാരണം ഒരു വക്കീലിന്റെ അനുഭവം എന്നതിനേക്കാൾ അപ്പുറം ഒരു മഹാപണ്ഡിതൻ അവരുടെ കേസ്, സംഘടനയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അഭിഭാഷകനെ സമീപിക്കുമ്പോൾ തികഞ്ഞ ഹൈന്ദവ ഭക്തനായിട്ടുള്ള ആ അഭിഭാഷകൻ ശംസുലുലമ എന്ന ഇസ്ലാമിക പണ്ഡിൽ നിന്ന് അനുഭവിച്ച, തിരിച്ചറിഞ്ഞ, ആ മഹത്വം മനസ്സിലാക്കിയ, അത്രമാത്രം മറ്റുള്ളവർ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും ആ കഴിവും മിടുക്കും പ്രാഗൽഭ്യവും തിരിച്ചറിയാൻ മാത്രം കഴിയുന്ന വിധം ഒരു മഹാമനീഷിയായി മറ്റു സഹോദര സമുദായങ്ങൾക്കകത്ത് പോലും അദ്ദേഹം വാഴ്ത്തപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹവുമായിട്ട് അടുത്തിടപഴകിയ നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ,
കേരളത്തിലെ പ്രമുഖരായ ഉമറാക്കൾ, ആദരണീയരായ സാദാത്തുക്കൾ, എല്ലാവർക്കും പറയാനുള്ളത് ആ മഹാവ്യക്തിത്വത്തിൻ്റെ ഔന്നിത്യത്തെക്കുറിച്ചും പാണ്ഡിത്യത്തെക്കുറിച്ചും പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത മഹത്വത്തെക്കുറിച്ചുമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞ് നമ്മുടെ കോഴിക്കോട്ടെ കാരണവർ എന്ന് പറയാവുന്ന മഹാനായ TK പരീക്കുട്ടി ഹാജി, അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു അദ്ദേഹം മരണം വരെ. കോഴിക്കോടുമായി ബന്ധപ്പെട്ട ദീനീ കാര്യങ്ങളിൽ, സാമൂഹിക കാര്യങ്ങളിൽ, ഇവിടുത്തെ എല്ലാ സാംസ്കാരിക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെ തന്നെ സമസ്തയുടെ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട ഒരാളായിരുന്നു പരീക്കുട്ടി ഹാജി. പരീക്കുട്ടി ഹാജി ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് മഹാനായ ശംസുലമയെ. വർഷങ്ങൾക്ക് മുമ്പ് ശംസുലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി സംവാദവേദികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു ആശയ സംവാദമുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മഹാനായ ശൈഖുന ശംസുലമ ഒരാശയ സംവാദത്തിന് തീരുമാനമെടുത്തപ്പോൾ ആശയ സംവാദത്തിന് ശംസുലമ നേതൃത്വം കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ പരീക്കുട്ടി ഹാജി പറഞ്ഞു, ആ സംവാദം നടത്താൻ എൻ്റെ വീട് ഞാൻ അവസരമൊരുക്കി തരാം, എൻ്റെ വീട് ഞാൻ സൗകര്യം ചെയ്തു തരാം. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുമായി ശംസുലമ കോഴിക്കോട്ട് വെച്ച് സംവാദം നടത്തിയത് പരീക്കുട്ടി ഹാജിയുടെ നടക്കാവിലെ വീട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു. ആ സംവാദത്തിൽ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായി അവരുടെ നേതാക്കൾ വന്ന കൂട്ടത്തിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പിൽക്കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം സ്വീകരിച്ചുകൊണ്ട് സമസ്തയുടെ ഖാദിമായി പ്രവർത്തിച്ച് വഫാത്താവാൻ അവസരം കിട്ടിയിട്ടുള്ള അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവിയായിരുന്നു. അദ്ദേഹം ആ സംവാദത്തിൽ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പരീക്കുട്ടി ഹാജിയുടെ വീട്ടിൽ സംവാദത്തിന് വേണ്ടി വന്നപ്പോൾ ശംസുലമയെ അടുത്തു വെച്ചുകൊണ്ട് നേരിട്ട് കാണുകയാണ് സംവാദത്തിന് വന്ന ബിദായി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരും. അദ്ദേഹം പറയുന്നു, ആ ശംസുലമയുടെ ആ വ്യക്തിപ്രഭാവം, ആ മുഖം, ആ തലപ്പാവ്, ആ താടി, ആ മുഖപ്രകാശ ജ്വലിക്കുന്ന ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ പിന്നെ അവിടെ ഒരു സംവാദത്തിന് സ്കോപ്പില്ലാത്ത വിധം സംവാദത്തിന് വന്ന ഞങ്ങളെല്ലാം വല്ലാത്തൊരു ഭീതി ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്ന് അദ്ദേഹം ജീവിതകാലത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുതപ്പെട്ട പുസ്തകത്തിലും അത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, സമുദായത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും, മതപരമായ കാര്യത്തിലാണെങ്കിലും, ഇനി പൊതുസമൂഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ഒക്കെ വളരെ സത്യസന്ധമായി ഒരു സമൂഹം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെ ദിശ നിർണയിക്കുന്നിടത്ത് മഹാനായ ശംസുലമക്ക് തെറ്റുപറ്റി എന്ന് ജീവിതകാലത്തോ അതിനുശേഷമോ ആർക്കും പറയാനോ ആരോപിക്കാനോ സത്യസന്ധമായി അത് സ്ഥിരീകരിക്കാനോ സാധിച്ചിട്ടില്ല. ശംസുലമയുടെ 60-ാം വാർഷിക സമ്മേളനത്തിലെ പ്രസംഗം എന്ന് പറയുന്നത് അതൊരു പക്ഷേ 1-1.5 മണിക്കൂർ സമയമുള്ള ഒരു പ്രസംഗമായിരിക്കാം. പക്ഷേ ആ പ്രഭാഷണം കേരളത്തിലെ മുസ്ലിം സമുദായം എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ മാനിഫെസ്റ്റോ ആയിരുന്നു. സംഗതി ഒരു സമ്മേളനത്തിലെ പ്രസംഗമായിരിക്കും. പക്ഷേ ആ പ്രസംഗം എന്നതിനേക്കാളപ്പുറം ആ പ്രസംഗത്തിലൂടെ മഹാനായ ശംസുലമ സമൂഹത്തിന് കൈമാറിയിട്ടുള്ള ചില സന്ദേശങ്ങളുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണം, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പ്രചാരണങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇവിടുത്തെ സർക്കാരിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം, സർക്കാരിന് മുസ്ലിങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം, മുസ്ലിങ്ങൾ ഗവൺമെന്റിനെ എങ്ങനെ സമീപിക്കണം, ഗവൺമെന്റ് മുസ്ലിങ്ങളെ എങ്ങനെ സമീപിക്കണം, ആ സമീപനത്തിൽ തെറ്റുകളോ പിഴവുകളോ സംഭവിച്ചാൽ അതിനെങ്ങനെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യണം, നമ്മുടെ നാട്ടിൽ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത,
ആ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നിടത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദിത്വം, അതിന്റെ സാന്നിധ്യം ഉണ്ടാക്കുന്ന സംഭാവന, അഹ്ലുസുന്നത്ത് വൽ ജമാ എന്ന് പറയുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ സമ്പൂർണമായ ആശയം നിലനിന്നെങ്കിൽ മാത്രമേ ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കുകയുള്ളൂ എന്ന് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ച ശ്രദ്ധേയമായ പ്രസംഗം. ഒരുപക്ഷെ 10-40 വർഷം മുമ്പ് നടത്തിയൊരു പ്രഭാഷണമായിരിക്കാം. അതിനുശേഷം നമ്മുടെ രാജ്യത്തെ ചുറ്റുപാടുകൾ മാറി, സാഹചര്യങ്ങൾ മാറി, തലമുറകൾ മാറി, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. പക്ഷേ ഇപ്പോഴും ആ പ്രഭാഷണത്തിലെ ഓരോ വചനങ്ങൾ വായിച്ചാലും അതിന്നത്തെ തലമുറ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കണം എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പ്രഭാഷണമായിരുന്നു. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞു, കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ, സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിലനിൽക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിലനിൽക്കണമെങ്കിൽ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിലനിർത്തുക എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായ അവരുടെ ആവശ്യമായിരിക്കാം. പക്ഷേ കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. അത് മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഈ നാട്ടിലെ സർക്കാരിന്റെയും ജനങ്ങളുടെയും സമൂഹത്തിന്റെയും ബാധ്യതയാണ്. കാരണം ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത്യന്താപേക്ഷിതമാണ്. കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാ ഇവിടെ നിലനിൽക്കുമ്പോൾ മാത്രമേ സമുദായ സൗഹാർദ്ദം ഉണ്ടാവൂ. എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞു. ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ഇത് പറയുമ്പോൾ അതിനോട് ഒരുപാട് തിരിച്ചുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ശൈഖുനാ ശംസുൽ ഉലമ ശബരിമലയിലെ വാവർ വലിയാണെന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനെക്കുറിച്ച് ഒരു പുതിയ ഗവേഷണത്തിന്റെ ആവശ്യമില്ല. ഇന്നും ശബരിമല തന്ത്രി കുടുംബത്തിലെ അംഗങ്ങളാണ് വാവരുടെ പള്ളി സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും. ശബരിമല അയ്യപ്പന്റെ വിശ്വസ്തനും ആത്മസുഹൃത്തുമായിരുന്നു വാവർ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ഹൈന്ദവ സഹോദരന്മാർ ശബരിമല തീർത്ഥാടനത്തിന് പോകാറുണ്ട്. ആ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഹൈന്ദവ സഹോദരന്മാർ അവരുടെ ആചാരപ്രകാരം തീർത്ഥാടനം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരണമെങ്കിൽ വാവരുടെ പള്ളി കൂടി പ്രദക്ഷിണം ചെയ്ത് പൂർത്തിയാക്കിയാലേ അവിടെ ശബരിമല തീർത്ഥാടനം പൂർത്തിയാവൂ. എന്താ വാവരുടെ പള്ളിക്കകത്തുള്ളത്? ഒരു സാധാരണ മുസ്ലിം പള്ളി. അവിടെ ആളുകൾ വന്ന് നിസ്കരിക്കാറുണ്ട്. ഇസ്ലാമിക നിയമങ്ങൾക്കനുസൃതമായി ഒരു പള്ളിയായി അവിടെ പ്രവർത്തിക്കുന്നു. പക്ഷേ ശബരിമല അയ്യപ്പ ദർശനത്തിന് വരുന്ന, അവിടെ തീർത്ഥാടനത്തിന് വരുന്ന ഹൈന്ദവ സഹോദരന്മാർ അവിടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ആചാരങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു ശബരിമലയിൽ പോയ അയ്യപ്പ ഭക്തന്റെ ആചാരങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ വാവരുടെ പള്ളിയെ കൂടി പ്രദക്ഷിണം ചെയ്താലേ അത് പൂർത്തീകരിക്കപ്പെടുള്ളൂ. ശബരിമല അയ്യപ്പന്റെ കുടുംബം അല്ലെങ്കിൽ ഇന്നത്തെ തന്ത്രി കുടുംബം അവര് പറയുന്നു, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വരുന്ന ആ പ്രദേശത്ത് ആ പള്ളിക്കകത്തോ അതിൻ്റെ പുറത്തോ ശബരിമല അയ്യപ്പന്റെ ഒരു പ്രതിമയോ പ്രതിഷ്ഠയോ ഒരു ചിത്രമോ പോലും പതിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാർ, അയ്യപ്പന്റെ ധാരാളം പ്രതിമകൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകും. അതിൽ പൂജ നടത്തുന്നവരുണ്ടാകും, അവരുടെ ആചാരമനുസരിച്ചുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകും. ആ ആചാരത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പള്ളിയെ പ്രദക്ഷിണം ചെയ്യുന്നത്. പക്ഷേ പള്ളിക്കകത്തോ അതിൻ്റെ പുറത്തോ അതിൻ്റെ ചുമരുകളിലോ അയ്യപ്പന്റെ പ്രതിമയില്ല, പ്രതിഷ്ഠയില്ല, ചിത്രമില്ല, അയ്യപ്പന്റെ ഒരു പ്രതീകവും അവിടെയില്ല. എന്താണ് ഇത്രയും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ശബരിമല തന്ത്രി കുടുംബത്തിന്റെ പങ്കാളിത്തത്തോടുകൂടി പരിപാലിക്കപ്പെടുന്ന ഈ പള്ളിയിൽ ഇതൊന്നുമില്ലാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമായി ശബരിമല തന്ത്രി കുടുംബം ഇന്നും പറയുന്ന മറുപടി,
വാവർ ഏകദൈവ വിശ്വാസിയായിരുന്നു. വാവർ ഏകദൈവ വിശ്വാസിയായിരുന്നു. ഏകദൈവ വിശ്വാസിയായ വാവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം പ്രതിമകൾ, പ്രതിഷ്ഠകൾ, അത്തരം ആചാരങ്ങളൊന്നും ആ വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് വാവറുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ടാണ്, ഏകദൈവ വിശ്വാസിയായ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച വാവറുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇന്നും ശബരിമല തന്ത്രി കുടുംബം ലക്ഷക്കണക്കിന് അയ്യപ്പ തീർത്ഥാടകന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ആ പള്ളിക്കകത്തോ പരിസരത്തോ അയ്യപ്പന്റെ പ്രതിമ പോലും പ്രതിഷ്ഠിക്കാത്തത് എന്ന് ഇന്നും തന്ത്രി കുടുംബം വിശദീകരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞത്, വാബർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ആ അയ്യപ്പനും വാബറും തമ്മിലുള്ള സൗഹൃദം സ്വന്തം വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ടവനെ സ്നേഹിക്കാം, ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കാം, നാടിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കു വേണ്ടി ഈ സാമുദായിക സൗഹാർദ്ദത്തിന്റെ വലിയ ഉദാഹരണങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാമെന്ന് വാവറെയും അയ്യപ്പനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശംസുൽ ഉലമ ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞത്. ഇതിന് സമാനമായ ആശയസമ്പുഷ്ടമായ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ, ഇതുപോലുള്ള ആശയസമ്പുഷ്ടമായ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ആദർശം, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയാൻ സാധിക്കുന്ന മറ്റേത് മതപരമായ പ്ലാറ്റ്ഫോമുകളാണ് കേരളത്തിലുള്ളത്? അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിൻ്റെ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ ആശയങ്ങൾ, അത് സമുദായത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും സ്വന്തം വിശ്വാസത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സമുദായത്തിലുള്ള അവാന്തര വിഭാഗങ്ങളെ ആവശ്യാനുസരണം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിന്റെയും സമുദായത്തിന്റെയും നന്മയ്ക്കു വേണ്ടി എങ്ങനെയാണ് മുസ്ലിം സമുദായം മുന്നോട്ട് പോകേണ്ടത് എന്നതിനുള്ള കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് ശൈഖുനാ ശംസുൽ ഉലമയുടെ 4 പതിറ്റാണ്ട് കാലത്തെ ആ വിശുദ്ധമായ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പുതിയ തലമുറ ഇനിയും വീണ്ടും വീണ്ടും പഠന വിധേയമാക്കേണ്ടതാണ് ആ മഹാജീവിത ചരിത്രം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 39 വർഷക്കാലം ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചൊരു മഹാപണ്ഡിതനായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പ്രഭാഷണങ്ങളുണ്ട്, ശ്രദ്ധേയമായ എഴുത്തുകളുണ്ട്, അദ്ദേഹത്തിന്റെ സംവാദങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ഇടപെടലുകളുണ്ട്, വിശുദ്ധമായ ജീവിതമായിരുന്നു എന്നത്യാദി പ്രകീർത്തനങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം ഈ 4 പതിറ്റാണ്ട് കാലം ഒരു സോഷ്യൽ എഞ്ചിനീയറെ പോലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ആരോഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിന് അതിന്റെ നാഡീമിടിപ്പുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് ആശയപ്രകാരമാണ്, ഏത് കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ടാണ് വിവേകപൂർവ്വം ഈ സമുദായത്തെ വഴി നടത്തിച്ചത് എന്ന് പുതിയ തലമുറ പഠിക്കുകയും പരിശീലിക്കുകയും വേണം. ആ പഠനവും പരിശീലനവുമാണ് ഇന്നത്തെ തലമുറക്ക് ആവശ്യം. ആദർശപരമായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ലാത്ത അതേ ശംസുൽ ഉലമ തന്നെയാണ് ശരീഅത്ത് പോലെയുള്ള ശരീഅത്ത് വിവാദം പോലെയുള്ള കലുഷിതമായ കാലത്ത് സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ചിരുന്ന കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുക മാത്രമല്ല, ആ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി ഈ സമൂഹത്തിന് വലിയ സന്ദേശം കൈമാറിയത്. അപ്പൊ വിഷയാധിഷ്ഠിതമായ സഹകരണം സമുദായ സംഘടനകൾക്കകത്ത് വേണമെന്ന് ശംസുൽ ഉലമ ഈ സമൂഹത്തിന് കാണിച്ചു തന്നു. പക്ഷേ വിഷയാധിഷ്ഠിതമായ ഈ സഹകരണം ഒരിക്കലും താൻ പ്രതിദാനം ചെയ്യുന്ന ആദർശത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള ഒരു കാരണമാണ് എന്നത് ആ ജീവിതത്തിൽ എവിടെ നോക്കിയാലും കണ്ടെത്താൻ സാധിക്കില്ല. ആദർശപരമായ കാര്യങ്ങളിൽ കണിശമായ സമീപനം പുലർത്തേണ്ട ഘട്ടങ്ങളിലെല്ലാം ശംസുൽ ഉലമ അത് നിലനിർത്തിയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് കുറ്റിച്ചിറയിൽ പോലും ഖാദിയാനികൾക്കെതിരെ വലിയ സംവാദങ്ങൾക്ക്, പ്രഭാഷണങ്ങൾക്ക് ശംസുൽ ഉലമ നേതൃത്വം കൊടുത്തു. ഖാദിയാനികൾ എവിടെ വന്നിട്ട് 8 ദിവസമാണ് പ്രഭാഷണം നടത്തിയത്. കാലത്ത് 8 ദിവസം ഖാദിയാനികളുടെ പ്രഭാഷണം.
ഒരുപാട് ആളുകൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം സ്വാഭാവികമായിട്ടുണ്ടാകും. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയില്ല, ദൃശ്യമാധ്യമങ്ങളില്ല, മറ്റു വാർത്താവിനിമയ സംവിധാനങ്ങളില്ല. ഏതെങ്കിലും നാട്ടിൽ വന്നിട്ട് ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗത്തിന് മറുപടി ആ നാട്ടിൽ വന്നു തന്നെ മറ്റൊരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. അങ്ങനെ ഒരു കാലം. തുടർച്ചയായി 8 ദിവസം കാദിയാനികൾ പ്രഭാഷണം നടത്തി കോഴിക്കോട് കുറ്റിച്ചിറയിൽ. 8 ദിവസം പ്രഭാഷണം നടത്തി. 9ാമത്തെ ദിവസം ആ 8 ദിവസവും നടത്തിയ പ്രഭാഷണത്തെ ഒന്നുമല്ലാതാക്കുന്ന രീതിയിൽ 9ാമത്തെ ദിവസം വന്നുകൊണ്ട് ശൈഖുന ശംസുലുലമയുടെ ദീർഘമായൊരു പ്രഭാഷണം നടത്തി. അതോടുകൂടി അവിടുത്തെ കാദിയാനി പ്രശ്നം അവസാനിച്ചു. ഇന്നൊക്കെ മറുപടി പ്രസംഗങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ടാവാം. പക്ഷേ ആ മറുപടികൾ പലപ്പോഴും വീണ്ടും വീണ്ടും എതിരാളികൾക്ക് പുതിയ പുതിയ ആയുധങ്ങൾ സമ്മാനിക്കുന്നതാണെങ്കിൽ ശംസുലുലമയുടെ മറുപടി പ്രസംഗങ്ങൾ ആ മറുപടിക്ക് പിന്നെ ഒരു കാലത്തും മറുപടിയില്ലാത്ത വിധം അതോടുകൂടി അത്തരം പ്രസ്ഥാനങ്ങളുടെ ആശയ പ്രചാരകരുടെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു പോയതായിട്ടാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് ആ മഹാമാതൃകകൾ നമ്മുടെ സംഘടനാ ജീവിതത്തിൽ, നമ്മുടെ പൊതുപ്രവർത്തന മേഖലയിൽ, ആശയ പ്രചാരണ മേഖലകളിൽ, നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിൽ, മദ്രസ സംവിധാനങ്ങളിൽ, നമ്മുടെ സ്ഥാപന സംവിധാനങ്ങളിൽ, ദീൻ പഠിച്ചു വരുന്ന യുവ പണ്ഡിതന്മാർക്കിടയിൽ ആ മാതൃകയെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് നമുക്ക് ആവശ്യം. ഇതേപോലെയുള്ള ഉറൂസുകളുടെ ഭാഗമായിട്ട് നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരും ഉമറാക്കളും ഉലമാക്കളും സാദാത്തുകളും ഒക്കെ ഒന്നിച്ചു ചേരുന്ന ഘട്ടങ്ങളിലെല്ലാം ആ മഹാനുഭാവൻ കേരളത്തിന്റെ ആദർശ പ്രബോധന പ്രചാരണ മേഖലകളിൽ, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സംഘാടന മേഖലകളിലൊക്കെ പ്രവർത്തിച്ച മാതൃകളെ പിൻപറ്റാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. ആ വഴികളിലൂടെ സഞ്ചരിക്കാനും അവരെ പിൻപറ്റാനും ആ മാതൃക അടുത്ത തലമുറകളിലേക്ക് പകർന്നു നൽകുന്നിടത്ത് സാധ്യമായ പ്രവർത്തനങ്ങളെല്ലാം നിർവഹിക്കാൻ നമുക്കേവർക്കും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാഷണം നിർവഹിക്കേണ്ട ആദരണീയനായ ജലീൽ റഹ്മാനി ഇവിടെ വേദിയിലെത്തിയിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളിൽ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ മതപ്രഭാഷണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി ബഹുവന്ദ്യനായിട്ടുള്ള ജലീൽ റഹ്മാനി ഉസ്താദ് അവറുകൾ തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് കേരളീയ സമാജത്തിനകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ, ആദർശങ്ങളെ, അതിൻ്റെ വിജ്ഞാന മണിമുത്തുകളെ വളരെ വ്യക്തമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതിൽ ശ്രദ്ധേയനായ പ്രഭാഷണം കാഴ്ചവെച്ചിട്ടുള്ള പണ്ഡിതനും അതോടൊപ്പം തന്നെ നിരവധി വിദ്യാർത്ഥികളുടെ മുദർരിസുമായിട്ടുള്ള ബഹുവന്ദ്യനായ ജലീൽ റഹ്മാനി ഉസ്താദ് അവറുകളെ സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുകയാണ്.